ബേപ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. എന്താണ്, ആത്മവിശ്വാസത്തിലാണോ? തികഞ്ഞ ആത്മവിശ്വാസമാണോ? നല്ല ആത്മവിശ്വാസമാണ്. ജനങ്ങളൊരു മാറ്റം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ കൺവേ ചെയ്യുന്നുണ്ട്. ഒരു മാറ്റം ആവശ്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 45 വർഷമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഒരു മണ്ഡലം, അതിൽ തന്നെ 2-3 തവണ മന്ത്രിമാർ, ഇപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രിയായി ഒരു മന്ത്രി ഇവിടെ ഈ 5 വർഷം ഉണ്ടായി. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ആശുപത്രിയില്ല, സ്കൂളില്ല, തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ബേപ്പൂർ തുറമുഖം ഏകദേശം അടഞ്ഞുകൊണ്ടിരിക്കുന്നു. മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ജീവനോപാധിയും സർക്കാർ കൊടുത്തിട്ടില്ല. അവരുടെ പട്ടയ പ്രശ്നങ്ങൾ നിൽക്കുന്നു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടിയിരുന്ന സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് പല പ്രദേശങ്ങളും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരും ഇടത്തരക്കാരുമായ മനുഷ്യരെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങേയറ്റം ജനങ്ങൾ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവിടെ കുറേ പെയിൻ്റ് അടിക്കലും ലൈറ്റ് ഇടലും വലിയ ടൂറിസം പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾക്കപ്പുറം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇടപെടാൻ ഈ പറയുന്ന സൂപ്പർ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് ജനങ്ങൾ പരാതി പറയാണ്. ആ ജനങ്ങളാണ് പറയുന്നത് ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും, നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുക, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, ഒരു മാറ്റത്തിന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം സംസാരിക്കുന്നുണ്ട്. അത് പൾസ് ഇപ്പം അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ടോ? അങ്ങനെയാണ് പൂർണ്ണമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ഒരു മന്ത്രിയായി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേക്ക് എന്തിനാണ് ഇത്ര വെപ്രാളം? ആളുകൾ പറയുന്നത് വള്ള ഊട് വഴികളാണ് പല പ്രദേശത്തേക്കും. അവിടെ ഒരു കാറ് കഷ്ടിപ്പോകുന്ന വഴികളാണ്. അവിടെ കൊണ്ടുപോയിട്ട് 2, 3, 4 ബോർഡുകൾ 4 സൈഡിലും വെക്കുകയാണ്. വണ്ടികൾ തിരിക്കാൻ കഴിയുന്നില്ല, ആളുകൾ പറയാണ്. അപ്പോൾ എന്തിനാണ് ഈ ഇത്രയും പരിചിതമായ ഒരു മന്ത്രിയെ സംബന്ധിച്ച് ഒരു പുതിയ സ്ഥാനാർത്ഥി അപരിചിതമായ ഒരു മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ അങ്ങനെയൊക്കെ പോസ്റ്ററൊക്കെ വരും. കാരണം ആ മനുഷ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അദ്ദേഹം തന്നെ പറയുന്നത് ജനങ്ങൾ എന്നോടൊപ്പമാണ്, അല്ല ഞാൻ ജനങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്ന മന്ത്രി. അപ്പോൾ ഒക്കെ അതിൻ്റെ ഒരു വെപ്രാളാണ്. ഇപ്പോൾ ഡെയിലി വൈകുന്നേരം ആകുമ്പോൾ പ്രകടനം, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ഡെയിലി എന്നുള്ളപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഈ ചെണ്ടയും കൊട്ടി ഞാനാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതെന്താണ്? അവരെന്തിനെയോ ഭയക്കുന്നത്? അവർ മുമ്പ് ബന്ധപ്പെടേണ്ട മനുഷ്യർ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നവർക്ക് ബോധ്യം വരുന്നു. താഴേക്കടയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ അവരോടൊപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അഡ്വാൻസ് പറയാണ് ഞാൻ ജനങ്ങളോടൊപ്പമാണ്. നിങ്ങൾ ആ ഫസ്റ്റ് ജാഥ കഴിഞ്ഞിട്ട് അവരുടെ ഇത് കഴിഞ്ഞ് നടത്തിയ പത്രക്കാർക്ക് കൊടുത്ത ബൈറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതിലെന്താണ് ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇതിൽ പങ്കെടുത്തത്. എല്ലാവരും ഈ മണ്ഡലത്തുകാരാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ്, മണ്ഡലത്തിൻ്റെ പുറത്തുള്ള ആളുകൾ ഈ ജാതിയിലുണ്ടായിരുന്നു ചോദിച്ചാൽ ആൻസർ ചെയ്യണം. എന്തിനാ അഡ്വാൻസ് ചെയ്ത് പറയുന്നത്? അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം. അപ്പോൾ ഞാനും ആ വീഡിയോ ഒന്ന് എടുത്ത് ഞാനൊന്ന് പരിശോധിച്ചു. എനിക്കറിയുന്ന സഖാക്കൾ ഈ യൂണിവേഴ്സിറ്റി ഭാഗത്തുള്ള, അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, യൂണിവേഴ്സിറ്റിക്ക് അപ്പുറം കൊണ്ടോട്ടി പരിസരത്ത് ഫറൂഖ് കോളേജിന് പിന്നിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ള സഖാക്കളൊക്കെ ഇതിലുണ്ട്. എനിക്കറിയുന്ന സഖാക്കൾ. അപ്പം പിന്നെ നോക്കുമ്പോൾ നോർത്തുനിന്ന് സൗത്തുനിന്ന് ഒക്കെ ഉള്ള സഖാക്കളുണ്ട്. അതൊക്കെ ഇറക്കുമതി പല ഭാഗത്തുനിന്ന് കൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചാടിക്കടി പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളൊന്ന് പരിശോധിക്കൂ, ഈ മണ്ഡലത്തിലെ ആളുകളാണ്. അപ്പം ഞാൻ കിണ്ണം കെട്ടവനെ കണ്ടാലേ അറിയാമെന്ന് പറഞ്ഞതുപോലെ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അവർ വെപ്രാളത്തിലാണ്. കാരണം എന്താണ്? അവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറാണ്. ആത്മവിശ്വാസത്തിലാണോ? ജനങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസം ഇവരിലേക്കും കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമം അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ പലയിടങ്ങളിലും റിയാസിൻ്റെ ബോർഡ് കാണും, നാട് മാറ്റിമറിച്ച നാട്ടുകാരനെല്ലാം പറഞ്ഞിട്ട്. അല്ല, അദ്ദേഹം എഴുതിയ ബോർഡ് നാട് മാറ്റിയ നാട്ടുകാരൻ. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് 1-2 ബോർഡ് കണ്ടു. ജനങ്ങൾ പ്രതിഷേധിച്ച് പറ്റാ നാട് ഊറ്റിയ മറുനാട്ടുകാരൻ എന്നുള്ളൊരു ബോർഡ് ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കണ്ടു. മനസ്സിലായില്ലേ? അപ്പം നാട് മാറ്റിയ നാട്ടുകാരനാണോ നാടിനെ ഊറ്റിയ മറുനാട്ടുകാരനാണോ? അദ്ദേഹം ഈ നാട്ടുകാരനല്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പിതാവ് ഈ പറയുന്ന ചാവക്കാട് ഭാഗത്തു നിന്ന് വന്ന അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. താൽക്കാലികമായി ഇവിടെ സെറ്റ്. അതെന്തോ ആവട്ടെ, അത് നമ്മളെ പ്രശ്നമില്ല. പക്ഷെ ജനങ്ങൾ അതേ ബോർഡ് തിരിച്ചു വെച്ചിട്ടുണ്ട്, നാട് ഊറ്റിയ മറുനാട്ടുകാരൻ. അപ്പോൾ അത് UDF സർക്കാരിന് താഴെ ഇറക്കുമോ? സർക്കാർ താഴെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ വെപ്രാളം. എന്താ ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? കേരളത്തിൽ ഉടനീളം വരുന്ന ഉത്തരവാദിത്തപ്പെട്ട സത്യസന്ധരായ സഖാക്കളുടെ നേതാക്കൾ എന്ത് തീരുമാനം എടുത്താൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഞാനീ പറയുന്ന പിണറായിസും മരുമോനിസും കുടുംബാധിപത്യവും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. ഇപ്പം TK ഗോവിന്ദൻ ആരാ? ഇപ്പം ഈ ഗോവിന്ദ മാഷ പോലെ തന്നെ സമകാലികനായിട്ടുള്ള
ഒരു നേതാവ് ഒരേപോലെ വളർന്നു വന്നു. എല്ലാവർക്കും ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആകാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്കും സ്റ്റേറ്റ് സെക്രട്ടറിക്കും ഗോവിന്ദൻ മാഷൊക്കെ ആവാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ പ്രയോറിറ്റിയുള്ള നേതാവാണ് ടി.കെ. ഗോവിന്ദൻ. 10-25 വർഷമായിട്ട് അവിടുത്തെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും നിയന്ത്രിച്ച വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ പിണറായിസാണ്. ഈ പിണറായിസത്തിൻ്റെ ബാക്കി പത്രമാണ്. 3 കൊല്ലം ഞാൻ MLA, 3-ാമത്തെ കൊല്ലം ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ MLA, അപ്പുറത്തെ എൻ്റെ മകൻ, അപ്പുറത്തെ എൻ്റെ മരുമകൻ, ഇപ്പുറത്തെ എൻ്റെ മരുമകളുടെ ഭർത്താവ് MLA സ്ഥാനാർത്ഥി. ഇതല്ലേ സ്ഥാനാർത്ഥി പട്ടിക? അതിങ്ങനെ കീശിൽ എഴുതി വായിക്കല്ലേ? അത് വലിയ വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്ന 1.5 വർഷമായി ഞാൻ പറഞ്ഞു വന്ന രാഷ്ട്രീയത്തിന് അടിവരയിട്ട് പോവുകയാണ്. ആ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത്. അത് ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ ഈ ജനങ്ങളെ വിശ്വസിച്ച് തന്നെ വന്നിട്ടുള്ളത്. കേരളത്തിലെ ഒരു സമൂഹത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ബേപ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയട്ടെ. അവർ ഇത് മനസ്സിലാക്കും. അറ്റ്ലീസ്റ്റ് കുടിക്കാനുള്ള വെള്ളമെങ്കിലും 5 കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൻ്റെ തർക്കമില്ല. ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ ഒരു ഗൈനക്കോളജി സംവിധാനമില്ലാത്ത കേരളത്തിലെ താലൂക്ക് ആശുപത്രി, ഫറൂഖ് ആശുപത്രി മന്ത്രി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ കടലുണ്ടിയിലാണ് നിൽക്കുന്നത്. കടലുണ്ടിയിലെ സബ് സെൻറ്റർ പൊളിച്ചിട്ട് 7 വർഷമായി. ഇപ്പോഴും കെട്ടിടം പണിതിട്ട് അതൊന്ന് പൂർത്തീകരിച്ച ആളെ കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പോവരുത് ഇവിടുന്ന്. നിങ്ങൾ ഈ കടലുണ്ടി തന്നെ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ 2 അംഗനവാടിയുണ്ട്. 30 കൊല്ലമായിട്ട് നടന്നു വരുന്ന അംഗനവാടി കെട്ടിടം അൺഫിറ്റാണെന്ന് പറഞ്ഞ് സർക്കാർ പൊളിപ്പിച്ചിട്ട് ആ അംഗനവാടിക്ക് ഒരു കെട്ടിടം പണിയാൻ 25 ലക്ഷം രൂപയാണ് വേണ്ടത്. ഞാനൊക്കെ എന്താ പറയുക, എല്ലാ പഞ്ചായത്തിലും സ്മാർട്ട് അംഗനവാടികൾ ഉണ്ടാക്കി കൊടുത്താൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 2 അംഗനവാടിയും പണിത് കൊടുക്കാം. അതിന് മന്ത്രി ഇതുവരെ ഇടപെടാത്തതുകൊണ്ട് അംഗനവാടി പൂട്ടി. എന്നിട്ട് രക്ഷിതാക്കളും അവിടെ പഠിപ്പിക്കുന്ന ആ സാധു ടീച്ചറും വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു വാടക കെട്ടിടത്തിൻ്റെ 2 ഭാഗത്തായിട്ട് 2 ഈ പറയുന്ന അംഗനവാടികൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പോകണം. നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. പോയിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്യ്. അപ്പോൾ എവിടെയാണ് ഇടപെട്ടത്? ആരെയാണ് സഹായിച്ചത്? ആരോടാണ് ഇദ്ദേഹത്തിനുള്ള കടപ്പാട്? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓരോ പ്രദേശത്തെയും ഓരോ അത്തരത്തിലുള്ള വിഷയങ്ങളാണ്. പിന്നെ ഇതേ അവസ്ഥ ഇവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പത്രം ഇറക്കിയല്ലോ, ഇവിടെ സപ്ലിമെൻ്റ് 2 പത്രം ഇറക്കി. അഭിമാനകരമായ നേട്ടമായിട്ട്, ഈ മണ്ഡലത്തിൻ്റെ നേട്ടമായിട്ട് അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത്? 4.5 കോടി റുപ്പിക മുടക്കി ഫറൂഖ് PWD റെസ്റ്റ് ഹൗസ് പുതുക്കി പണിതു. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 4500 സ്ക്വയർ ഫീറ്റിൽ എത്രയോ കാലങ്ങളായിട്ട് ഉഷാറായി നടക്കുന്ന ഒരു റെസ്റ്റ് ഹൗസ് പുതുക്കി പണിയാൻ 4.5 കോടി റുപ്പിക, 4500 സ്ക്വയർ ഫീറ്റ്, 10,000 സ്ക്വയർ ഫീറ്റ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. 5 സ്റ്റാർ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് റേറ്റ് പറഞ്ഞാൽ 3500 റുപ്യ, 4000 റുപ്യാണ്. ഒരു ബെഡ്റൂമിന് അദ്ദേഹം ചിലവാക്കിയിരിക്കുന്ന 50 ലക്ഷം റുപ്യയാണ് ഫറൂഖ് റെസ്റ്റ് ഹൗസിൽ. ജനങ്ങൾ പോയി നോക്കട്ടെ. അദ്ദേഹം തന്നെ എഴുതി വിട്ട പത്രത്തിലുണ്ടല്ലോ. ഈ 4.5 കോടി റുപ്പിക അവിടെ അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരം പണിയാൻ അവിടെ ചിലവഴിക്കുമ്പോൾ ഇവിടെ 2 അംഗനവാടികൾ ഒരു കെട്ടിടമില്ലാതെ, വാടക കൊടുക്കാനില്ലാതെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും നാട്ടുകാരും കൂടിയിട്ട് ഒരു പഴയ കെട്ടിടത്തിൻ്റെ മൂലക്കൽ ഈ കുട്ടികളെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രി അതിന് ഉത്തരം അദ്ദേഹം പറയേണ്ടി വരും. ജനങ്ങൾ പറയിപ്പിക്കും. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.